Respected Principal Ma, our chief guest, welcome teacher, teachers and non-teaching staff, a warm good afternoon to all. We know that India is a democratic country. Democracy means people elect their representatives, and that elected representatives forms a government. That government will work for the welfare of the people. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പൗരന്മാർ തിരഞ്ഞെടുത്ത റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്ത് അവരെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നു, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അയക്കുന്നു, ഈ ലോക്കൽ ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നു. അതായത് പാർലമെൻറ്റിൽ വി ഹാവ് MPs, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതോടൊപ്പം തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് സമിതി ആൻഡ് പഞ്ചായത്ത്, വില്ലേജ് പഞ്ചായത്ത് ഇവയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ വാർഡിലെ പഞ്ചായത്തിലെ പല വാർഡുകൾ കൂടിയാണ് ഒരു പഞ്ചായത്ത് ഫോം ചെയ്യുന്നത്. അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം. അത് ഓരോ ഗ്രാമത്തിലെയും അല്ലെ ഓരോ വാർഡിലെയും 18 വയസ്സ് കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ ഇടമുള്ള അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഈ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. അവർക്ക് അവരുടെ കാര്യങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉന്നയിക്കാവുന്ന ഒരു വേദിയാണ് ഗ്രാമസഭ. അധികാര വികേന്ദ്രീകരണ ജനാധിപത്യത്തിൻ്റെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുവാനുള്ള വേദിയാണ് ഗ്രാമസഭ. ഞാൻ പറഞ്ഞു, 18 വയസ്സ് കഴിഞ്ഞുള്ള ഓരോ വ്യക്തിയും ഈ ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഗ്രാമസഭയിൽ പങ്കെടുക്കാം. കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ 3A, 3B വകുപ്പുകൾ ഗ്രാമസഭയുടെ ഘടനയും അധികാരങ്ങളും അവകാശങ്ങളും ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വിശദമാക്കുന്നു. വോട്ടവകാശമില്ലാത്ത വിദ്യാർത്ഥികൾക്കും നിരീക്ഷകരായി ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കാം. ഗ്രാമസഭയുടെ കൺവീനറാണ് ആ വാർഡിലെ വാർഡ് മെമ്പർ. കൺവീനറാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുവാൻ ഉള്ള അധികാരമുള്ള വ്യക്തി. ഗ്രാമസഭ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പ്രസിഡന്റിന് അധ്യക്ഷത വഹിക്കാൻ പറ്റിയില്ലെങ്കിൽ, കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്, പ്രസിഡന്റിന് അധ്യക്ഷത വഹിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന് അധ്യക്ഷത വഹിക്കാവുന്നതാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടത് 3 മാസത്തിൽ ഒരിക്കലാണ്. 2 പ്രാവശ്യമെങ്കിലും ആ വാർഡ് മെമ്പർ ഗ്രാമസഭ വിളിച്ചു ചേർത്തില്ലെങ്കിൽ ആ വാർഡ് മെമ്പറെ അയോഗ്യനാക്കാൻ സാധിക്കും. 2013 നിയമ ഭേദഗതി പ്രകാരം 3 പ്രാവശ്യമെങ്കിലും ഗ്രാമസഭ വിളിച്ചു ചേർത്തില്ലെങ്കിൽ ആ വാർഡ് മെമ്പർ എന്താകും? അദ്ദേഹത്തിൻ്റെ അയോഗ്യരായി തീരും. യോഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് ഗ്രാമസഭയുടെ കൺവീനറാണ്. ഗ്രാമസഭയുടെ കോറം 10% ഉണ്ടായിരിക്കണം. 10%-ത്തിൽ കുറവാണെങ്കിൽ രണ്ടാമതൊന്ന് വിളിച്ചു കൂട്ടുക. അതിൽ 50 പേരെങ്കിലും പങ്കെടുത്താൽ ആ ഗ്രാമസഭ കൂടാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്കിവരുടെ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലാക്കാം. ഒത്തിരി നിബന്ധനകളും കാര്യങ്ങളുണ്ട്, വായിച്ച് ഞാൻ വേറൊരു ക്ലാസ്സിൽ അതെടുത്തോളാം. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. ഗ്രാമസഭയുടെ ഉത്തരവാദിത്വം ഒന്ന് വായിക്കട്ടെ. വികസന പ്രവർത്തനങ്ങളിൽ വിലയിരുത്തുക, പ്രാദേശിക വിഭവ സമാഹരണം നടത്തുക, സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയവയാണ്. ഓക്കെ, ഓരോ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ആ പ്രൊസീജിയർ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനുള്ള സാഹചര്യം ഒരുക്കി തന്ന നവോദയ വിദ്യാലയ സമിതിയോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ മാഡം മറ്റ് സഹകരിച്ച ടീച്ചേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.